എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Page of Wands, Knight of Swords, Page of Swords, Emperor, Strength card, Seven of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് ഫോൺസ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കം തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ പലരെയും സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്ന ഒരു മാസം എന്ന് തന്നെ പറയും. ഈ ഒരു വർഷം ജനുവരി പൊതുവേ നിങ്ങൾക്കൊരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുള്ള സാഹചര്യമായിരുന്നു എങ്കിൽ ഫെബ്രുവരി മാസത്തിലേക്ക് കടക്കുമ്പോൾ വളരെയധികം ജീവിതം ആസ്വദിക്കാൻ ഇനിയും ബാക്കിയുണ്ട്, ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് കടക്കുന്ന ഒരു തോന്നലിലേക്ക് കടക്കുന്ന ഒരു മാസമാണ്. പുതിയ കാര്യങ്ങൾ പലതും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പുതിയൊരു പുതിയൊരു ഇൻസ്പിറേഷൻ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ എന്ന് വെച്ചിട്ട് തടസ്സങ്ങളോ ചാലഞ്ചസോ ഉണ്ടാകില്ല എന്നുള്ളതല്ല, പക്ഷെ അതിനെ അതിജീവിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം നിങ്ങൾ ഉടലെടുക്കുന്ന ഒരു സമയമാണ്. അതായത് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അത് ഇനി ഇത് ഇങ്ങനെയായി, ഇനി എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലല്ലാതെ മുന്നേറാൻ ഇനിയും സമയമുണ്ട്. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ കഴിവുകൾക്ക് അതിരില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് അതായത് നിങ്ങൾ മറ്റൊരാൾ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ചെയ്യണം, നിന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ഉറപ്പ് തരികയോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഇതിനു മുമ്പ് ഉള്ള സമയങ്ങളിലൊക്കെ അതിൻ്റെ ഒരു കുറവ് നിങ്ങളിലുണ്ടായിരുന്നിരിക്കാം മുന്നോട്ടേക്ക് പോകാനുള്ള ആ ഒരു സ്പാർക്ക്. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഉത്സാഹഭരിതരാണ്, വളരെയധികം എക്സൈറ്റഡ് ആണ് ചില കാര്യങ്ങൾ ചെയ്യാൻ ജീവിതത്തിലേക്ക്. എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. എന്തൊക്കെ തടസ്സം വന്നാലും ഞാനിത് ചെയ്തേ തീരൂ, അങ്ങനെ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം വളരെയധികം ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങളിലുള്ള ഒരു സമയമാണ്. അതായത് ആത്മവിശ്വാസം വളരെയധികം ഉള്ള ഒരു സാഹചര്യമാണ്. സ്വയം ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ച് നമ്മൾ മുന്നേറും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ക്ഷമ കൂടുതലുള്ള സമയമാണ്. ക്ഷമയൊക്കെ ഇത്തിരി കുറവുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു മാസം വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ക്ഷമ ഉണ്ടായിരിക്കാം. അതേപോലെ നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ട്, പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പല കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ബാലിഷമായിട്ട് പെരുമാറിയുന്ന ഒരു വ്യക്തി, ഇപ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ബൈക്ക് എടുത്ത് പോകുന്ന സമയത്ത് ഹെൽമെറ്റ് എടുത്തില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അടുത്ത് വരെയാണ്, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നിങ്ങൾ വളരെ അവെയറായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഒരു ബാലിഷമായിട്ടൊന്നും ചെയ്യാതെ വളരെ മെച്യൂറായിട്ട് പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സാഹചര്യം. അതേപോലെ ദേഷ്യവും വാശിയൊക്കെ കൂടുതലുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാം ആലോചിച്ച് തീരുമാനിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരിൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം വളരെയധികം അത്ഭുതം ഉളവാക്കുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട്. കാരണം പൊതുവെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള പെട്ടെന്ന് മറുപടി പറയുന്നതിൽ നിന്ന് ഒഴിവാക്കി ഞാനത് ആലോചിച്ചിട്ട് പറയാം എന്നുള്ളൊരു ഇതിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ഏതും ആലോചിച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ വിശ്വാസം, നിങ്ങൾ വളരെ ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം നിങ്ങളിലുണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാൾ നിങ്ങളോടത് പൊതുവേ നിങ്ങളെ തളർത്താനായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. കാരണം അതെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ വളരെയധികം കൂടുതലുള്ള ഒരു സമയം കൂടിയിട്ടാണ്. വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത്ത് മനസാന്നിധ്യം വളരെ കൂടുതലാണ്, മനഃശക്തി വളരെ കൂടുതലാണ്.
ആ ഒരു എനർജി. അതേപോലെ നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് എംപറർ എനർജിയാണ്. നിങ്ങൾ പൊതുവേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ ലൈഫിൽ, കരിയറിൽ നിങ്ങളെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങളെ മുതലെടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ നിങ്ങളെ താഴ്ത്തി കെട്ടുന്നുണ്ടാവും. നിങ്ങളുടെ ബോസായിരിക്കും, മേലധികാരികൾ, അവർ നിങ്ങളെ താഴ്ത്തി ഉണ്ടാവാം. അതൊക്കെ അവർ വളരെയധികം മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തി കാണുന്നതിൽ അതിൽ നിന്ന് അവർ പുറത്തേക്ക്, അതായത് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിലാണോ കാണിക്കുന്നത്, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ പുഞ്ചിരിയോടുകൂടി നേരിട്ടിട്ട് അത് അവർക്ക് മുമ്പ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർ പറ്റില്ല എന്ന് പറഞ്ഞത് നിങ്ങളായിട്ട് ചെയ്ത് കാണിക്കുമ്പോഴുള്ളൊരു സാഹചര്യം. അപ്പോൾ ഈ ഒരു പൊതുവെ നിങ്ങൾ കളിയാക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തിരുന്ന നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങളെ വളരെ അസൂയയോട് കൂടിയിട്ട് നോക്കുന്ന, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുന്നതിന് അസൂയയോട് കൂടിയിട്ട് നോക്കുന്ന സാഹചര്യമുണ്ട്. പലരിലെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരിയറിൽ, പ്രൊഫഷണൽ ലൈഫിൽ ഒരു നല്ലൊരു ബഹുമാനം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ചില ആളുകൾക്ക് നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ട്, നിങ്ങളുടെ കഴിവുകൾ അറിഞ്ഞിട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളെ താഴ്ത്തി കെട്ടുന്നവരായിരിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുമ്പോൾ വേറൊരു മാർഗമില്ലാതെ മനസ്സുകൊണ്ട് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം, നിങ്ങളുടെ മേലധികാരികൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാത്തവരൊക്കെ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്നു. ചില ആളുകൾക്ക് പ്രൊമോഷനും സാധ്യത ഒരു മാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിൽ നിന്ന് ഒരു മാനേജർ പോസ്റ്റിലേക്ക് പോകാനുള്ള അവസരം, പ്രത്യേകിച്ച് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവർ ട്രാൻസ്ഫറോടുകൂടി പ്രൊമോഷൻ, അല്ലാതെയുള്ള പ്രൊമോഷൻ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ബാങ്കിലല്ലാത്തവർക്കും സാധ്യതകളുണ്ട്. പ്രൊമോഷന് സാധ്യതയുള്ളൊരു മാസമാണ്. ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരു സാധ്യത ഉള്ളൊരു മാസമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മൊത്തത്തിലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളുടെ ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് പല മേഖലകളിലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചുവട്ടുപടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിലുള്ളൊരു വിശ്വാസമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ്, വിദേശത്ത് പോയിട്ടുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുന്ന സമയമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള പല തീരുമാനങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എടുക്കാനുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നു. അതേപോലെ 7 ഓഫ് സോഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോഡ്സ് എനർജി ഉണ്ട്. ചില ആളുകൾ ഇതൊരു ലീഗലായിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പോലീസ് കേസ് കാര്യങ്ങളൊക്കെ, അതൊന്നുകിൽ നിങ്ങളുടെ എന്തോ ഒരു കളവ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കളവ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും കളവോ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള സിറ്റുവേഷൻ, നിങ്ങൾക്ക് പരിചയമുള്ള ആരെയോ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആകാം ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരു കളവോ മറ്റു കാര്യങ്ങളോ നടക്കാനുള്ളൊരു സാഹചര്യവും മറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നതും ലീഗലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നു. അപ്പോൾ എല്ലാം ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വച്ചാൽ നന്നായിരിക്കും. ഒന്ന് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വലിയ നഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടിയും, അഥവാ നഷ്ടപ്പെടുന്നു എങ്കിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും സ്വർണം കാര്യങ്ങളൊന്നും വീട്ടിൽ വയ്ക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലാതെ ശ്രദ്ധിക്കേണ്ടത് എന്താണോ അതിനനുസരിച്ച് ശ്രദ്ധിക്കുക, അത്രയാണ്. പിന്നെ പേജ് ഓഫ് സോഡ്സ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ചില ആളുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, PhD ഡോക്ടറേറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ളൊരു അവസരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, പുതിയ പുതിയ കാര്യങ്ങൾ, പഠനങ്ങളൊക്കെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സസിന് ചേരുന്നവർക്ക് അതിനുള്ളൊരു സാധ്യത, സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് വഴി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ യാത്രകൾ പോകുന്നുണ്ട്, വേൾഡ് ടൂറിനുള്ളൊരു അവസരം എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി യാത്രകൾ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ പലതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്ത് കാര്യമാണ് കുറച്ചധികം നാളായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം,
ഒരു വാഹനം വാങ്ങിക്കാനായിട്ട് കുറച്ചധികം നാളായിട്ട് ശ്രമിക്കുന്നവർ, ഇതുവരെ ലഭിക്കാത്തവർക്ക് അതിൻ്റെ കാര്യമൊക്കെ ഒന്ന് തീരുമാനമാകുന്ന ഒരു മാസം കൂടിയിട്ടായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.